ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമാണ് കേട്ടോ. അത് അവല് വിളയിച്ചതാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ആഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ അവല് വിളയിച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 250 ഗ്രാം ശർക്കര ഞാൻ ഇടുന്നുണ്ട്. ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല കളറുള്ള ടൈപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവലിനും നല്ല കളറുണ്ടാവും നമ്മൾ വിളയിച്ച് വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്നിട്ട് തിളക്കട്ടെ. ആ സമയത്ത് ഞാൻ 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരു കടായിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് അതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞെടുക്കണം. നമ്മൾ 2 ആഴ്ച വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങേൻ്റെ. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് പോയാൽ മതി. ഇപ്പോൾ ഏകദേശം ആ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയിട്ടുണ്ട്. ആ സമയത്ത് ശർക്കരപ്പാനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിലുള്ള ആ കരടും അഴുക്കെല്ലാം പോകും കേട്ടോ. ശർക്കരയിൽ അഴുക്കുണ്ടാവും. അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറിയതായിട്ട് കുറുകി വരണം. ഒരു പകുതിയോളം ആയി വരും. 1 കപ്പ് വെള്ളമാണല്ലോ നമ്മൾ ശർക്കരപ്പാനിയിൽ ഒഴിച്ചത്. അതൊരു 1/2 കപ്പ് വെള്ളം പോലെ ആ രീതിയിലായി വരണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് ഞാൻ വേറൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 പിടി കാഷ്യൂ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ അധികം വേണമെങ്കിൽ അധികം ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് വറുത്ത് കോരണം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊന്ന് വറുത്ത് കോരുവാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ കറുത്ത എള്ള് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കറുത്ത എള്ളിന് പകരമായിട്ട് വൈറ്റ് എള്ള് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടുകടലയും ഈ എള്ള് വറുത്തതും ഈ കടായിൽ തന്നെ ഇരിക്കട്ടെ. ഈ സമയത്ത് തേങ്ങാക്കൂട്ട് എന്തായെന്ന് നമുക്ക് നോക്കാം. അതാ ശർക്കരേൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ അവൽ ആഡ് ചെയ്യേണ്ടത്. 4 കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം അവലുണ്ടാവും. അത് മട്ട റൈസിൻ്റെ അവലാണ് കേട്ടോ. ആ ബ്രൗൺ കളറിലുള്ള അവൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. നമുക്ക് പാനിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ അംശമുണ്ടോ എന്ന്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടുകടലയും ആ എള്ളും ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. ആ ഗീയും മൊത്തം അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഗീ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ ചുക്ക് പൊടിച്ചതാണ്. ചുക്ക് പൊടിച്ചതും കൂടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ 1/2 ടീസ്പൂൺ ഗീയും കൂടി ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നന്നായിട്ട് ക്രിസ്പി ആയി പോവും. കടായി നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഒരു മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പിട്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കൊത്താക്കിയിട്ട് അതും വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ. അതും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കണ്ട, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റിയിട്ടുണ്ട്. കണ്ട, ആ കടായി നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ആഡ് ചെയ്തു. ടോട്ടൽ 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റേജിലാണ് 1 ടേബിൾ സ്പൂണും കൂടി ഗീ ആഡ് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ വെളിയിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അവൽ 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് ദിവസത്തിനേക്കാളും ടേസ്റ്റ് കൂടുക 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.